കേരയിൽ ജീവനക്കാർക്ക് ശമ്പളമില്ലാതെ 6 മാസം. സ്പെഷ്യൽ തഹസിൽദാർ അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കുമാണ് ശമ്പളം മുടങ്ങിയത്. കേന്ദ്ര അനുമതിക്കായി വനഭൂമി കൈവശമുള്ളവരുടെ ഭൂമി സർവേ നടത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ജീവനക്കാരെ ഉൾപ്പെടെ പുനർവിന്യസിച്ചത്. കേരളിന് അനുമതി നിഷേധിച്ചതിനു പിന്നാലെ ഓഫീസ് നടപടികൾ നിർത്തിവച്ചിരുന്നുവെങ്കിലും വീണ്ടും ജീവനക്കാരെ പുനർവിന്യസിക്കുകയായിരുന്നു. സർവേക്കും സ്ഥലമെടുപ്പിനും വേണ്ടി 12 ഓഫീസുകളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. 12 സ്പെഷ്യൽ തഹസീൽദാർമാരടക്കം 205 ജീവനക്കാരെയാണ് ഇതിനുവേണ്ടി നിയമിച്ചത്. 2023 ഓഗസ്റ്റിൽ ഓഫീസിന്റെ കാലാവധി അവസാനിച്ചു. തുടർച്ചാനുമതി പുതുക്കി നൽകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ പ്രതിസന്ധി നേരിടേണ്ടി വന്നത്. സ്പെഷ്യൽ തഹസീൽദാർമാരടക്കമുള്ളവർക്ക് ശമ്പളം ലഭിച്ചിട്ട് 6 മാസമായി. ജീവനക്കാർക്ക് 3 മാസം കൂടി ലഭിച്ചിരുന്ന ശമ്പളവും മുടങ്ങി. 1970 മുൻപ് വനഭൂമി കൈവശമുള്ളവരുടെ ഭൂമി സർവേ നടത്തി കേന്ദ്രാനുമതിക്ക് വിടാനുള്ള പ്രവർത്തനങ്ങളാണ് ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. തൃശൂരിൽ റവന്യൂ മന്ത്രിയുടെ മണ്ഡലത്തിലാണ് പ്രധാനമായും സർവേ നടക്കുന്നത്. 7ഓളം വാഹനങ്ങളും ഇതിനായുണ്ട്. ജോയിന്റ് വെരിഫിക്കേഷൻ റിപ്പോർട്ടില്ലാത്ത ഭൂമി ഉൾപ്പെടെ സർവേ നടത്തി വരുന്നുണ്ട്. ശമ്പളം മുടങ്ങിയ ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഒരുപോലെ പ്രതിസന്ധി നേരിടുമ്പോൾ റവന്യൂ മന്ത്രി പോലും തിരിഞ്ഞു നോക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് ആക്ഷേപം. ജനം, തൃശൂർ.